ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ സെറ്റിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കക്കയിറച്ചിയും കപ്പ വെച്ചിട്ടൊരു അടിപൊളി ബിരിയാണിയാണ്. അതിനായി ഇവിടെ ഒരു പാത്രത്തിൽ കക്കയിറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കക്കയിറച്ചിയിൽ ധാരാളം പൊടിമണലുകൾ ഉള്ളതിന് ഇത് നന്നായി കഴുകി എടുക്കേണ്ടതാണ്. അങ്ങനെ കുറേ പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയെടുത്ത കക്കയിറച്ചിയാണിത്. ഇനി നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി ഈ കക്കയിറച്ചി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അല്പം വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കക്കയിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിനാൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഈ കക്കയിറച്ചി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിലെ വെള്ളമെല്ലാം മാറ്റി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായി കപ്പ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾ പൊടിയും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ കപ്പ ഇതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയൊന്ന് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ കപ്പയും ഊറ്റിയെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു കടായി നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞതോ ചേർത്തൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് 2-3 വെളുത്തുള്ളി കൊത്തി അരിഞ്ഞതൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളുടെ കക്കയിറച്ചി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മസാലയൊക്കെ കക്കയിറച്ചിയിലേക്ക് പിടിക്കാൻ വേണ്ടി നമുക്ക് ചെറിയ തീയിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിനായി മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയതും എരിവിനാവശ്യമായ പച്ചമുളകും ഉപ്പും ചേർത്തൊന്ന് കറക്കിയെടുക്കാം. ഇപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കക്കയിറച്ചിയിലേക്ക് മസാലയൊക്കെ പിടിച്ച് ഇതുപോലെ ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്ത തേങ്ങ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അരച്ചെടുത്തതിൻ്റെ സ്വല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് 2-3 മിനിറ്റ് ചെറിയ തീയിൽ ഒന്നുകൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പൊ നമ്മളുടെ കപ്പയും കക്കയും നന്നായി ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒന്നുകൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ കക്കയും കപ്പയും ചേർന്നുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ നാവിൽ കൊതിയൂറും കക്കയും കപ്പയും ചേർന്നുള്ള ബിരിയാണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.